ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, ഞാനിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു ക്രിസ്പി ചിക്കൻ ടെൻഡേഴ്സ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നാണ്. അപ്പോൾ നമ്മൾ പാക്കറ്റിലൊക്കെ മേടിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത പ്രാവശ്യം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ക്രിസ്പി ആയിട്ട് ചിക്കൻ ടെൻഡേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചിക്കൻ ടെൻഡേഴ്സ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഫുൾ ചിക്കൻ മേടിച്ചിട്ട് ഇങ്ങനെ മുറിച്ച് ഓരോ പീസുകളാക്കി എടുക്കാം. ഇതുപോലെ ഓരോ പീസുകളാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് 1/2 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഉണ്ട്, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്. നമ്മുടെ ചെറിയൊരു സ്പൈസി ആകാൻ വേണ്ടിയാണ് ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഉണ്ട്, 1 ടീസ്പൂണ് ഒനിയൻ പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബ്ലാക്ക് പെപ്പർ പൊടിച്ചതുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്കിതിന് കൂടെ വേണ്ടത് 1 കപ്പ് പാലുണ്ട്, 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ഉണ്ട്, പിന്നെ ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബാറ്റർ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്താൽ വെക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് ആ ബാറ്റർ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ബാറ്റർ റെഡിയാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ എടുത്ത് വെച്ച ഓൾ പർപ്പസ് ഫ്ലവർ നമ്മുടെ 1 കപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്, ചില്ലി പൗഡർ, ബ്ലാക്ക് പെപ്പർ പൊടിച്ചത്, ഒനിയൻ പൗഡർ, ഗാർലിക് പൗഡർ, ഉപ്പ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ വേണക്കണ്ട് നമ്മൾ അത്രയും ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഇനിയും നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മുടെ പാലൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവമയാകാം, ഒത്തിരി ലൂസായി പോകരുത്. അപ്പോൾ നമ്മൾ ആ പൊടിയെല്ലാം മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി തിക്കാണെങ്കിൽ ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ ഈ ഒരു പരുവമയാകാവും. അപ്പോൾ നമുക്കിനി നമ്മുടെ ചിക്കനെല്ലാം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം നമ്മുടെ ബാറ്ററിനകത്തോട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ ആണെങ്കിൽ ഈ ബാറ്ററിലിരുന്ന് നല്ലതായിട്ട് ആ മാരിനേഷനൊക്കെ നമ്മുടെ ആ ചിക്കനോട്ട് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതൊരു ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊരു 1 മണിക്കൂറെങ്കിലും ആ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതുണ്ടാക്കാവൂ. പെട്ടെന്ന് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ അത് നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടാക്കി കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് ആ ടേസ്റ്റൊക്കെ ആ മീറ്റിലൊക്കെ പിടിക്കുന്നത്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലോട്ട് വെച്ച് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്കത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കന് 1 മണിക്കൂർ ഫ്രിഡ്ജിലിട്ട് നല്ലതായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. അതിനും ഇനി അടുത്ത പ്രോസസ്സ് ചെയ്യുന്നത് നമ്മളിനി ഈ ചിക്കന് പൊടി മുക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ ഗാർലിക് പൗഡർ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്,
ഒനിയൻ പൗഡറും ഹാഫ് ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പും ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഓൾറെഡി മിക്സ് ചെയ്തേക്കുന്ന ബാറ്റർ നല്ലതായിട്ട് ഉപ്പുള്ളതുകൊണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല. അപ്പോൾ ആ ഉപ്പ് അനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനകത്തുനിന്ന് നമ്മളിങ്ങനെ ഓരോ പീസുകൾ എടുത്തിട്ട് നമ്മൾ അധികം പൊടി മുക്കി വെച്ചിരിക്കുന്ന പൊടിയിലോട്ട് ഇട്ട് നല്ലതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നല്ലതായിട്ട് മുക്കിയെടുക്കണം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലതായിട്ട് മീറ്റിലോട്ട് നമ്മുടെ ഈ പൊടി നല്ലതായിട്ട് പിടിക്കും. കണ്ടില്ലേ? എന്നിട്ട് നമ്മളിതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ പൊടിയെല്ലാം ബാക്കിയുള്ള പൊടികളെല്ലാം അങ്ങ് പോയി കിട്ടും. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ പൊടി മുക്കി നമുക്കിതെടുത്ത് വെക്കാം. എന്നിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് ഒന്ന് ചെയ്ത് നോക്കാം. ആ സെയിം പ്രോസസ്സ് തന്നെയാണ്. നല്ലതായിട്ട് പൊടി മുക്കി കൊടുക്കുക. നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് അതിലൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മുടെ ഈ പൊടി പിടിച്ചിരിക്കും. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഷേക്ക് ഓഫ് ചെയ്യുക. അപ്പോൾ അതാണെങ്കിൽ ആ പൊടിയെല്ലാം ബാക്കിയുള്ള പൊടിയെല്ലാം താഴോട്ട് പൊക്കോളും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് പൊടി മുക്കി എടുക്കാം. എന്നിട്ട് ഇത് പൊടി മുക്കി എടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടോടെ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നമ്മൾ അതുപോലെ പൊടി മുക്കി എല്ലാ പീസുകളും നല്ലതായിട്ട് പൊടി മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല ചൂടായ എണ്ണയിട്ട് നമുക്കിത് വറുത്തെടുക്കാം. നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ ഇട്ട് വറുത്തെടുക്കുകയാണ്. ഇതൊന്ന് മൂത്ത് വരുന്നതും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഗോൾഡൻ ഫ്രഷ് കളറായി. നമ്മുടെ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ മേടിച്ച് കഴിക്കുന്ന ആ ഒരു സെയിം ഒരു ക്രിസ്പിനെസ് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാനിതൊരു ടിഷ്യൂലോട്ട് വെച്ചാണ്. നമുക്ക് എല്ലാ ചിക്കനും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പൊടി മുക്കി വെച്ചിരിക്കുന്നത് നമുക്കിതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രഞ്ചി ചിക്കൻ ടെൻഡേഴ്സ് നമ്മൾ വറുത്തെടുത്തു. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക.